ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിർണായകമായ നീക്കങ്ങൾ. ADGP എച്ച് വെങ്കിടേഷിന്റെ സാന്നിധ്യത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം അടിയന്തര യോഗം ചേരുകയാണ്. രണ്ടാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. മുരാരി ബാബുവിനെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. രണ്ടാമത്തെ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. അതേസമയത്ത് തന്നെയാണ് നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബുവിനെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കുവാനുള്ള നീക്കവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇതാണോ ഈ വാതിൽപ്പാളികളുടെ കേസാണോ? തീർച്ചയായിട്ടും 2 FIR-കളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ രണ്ടാമത്തെ കേസിലും ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. എന്തായാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ പുറത്തേക്ക് ഇറക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് രാവിലെ ADGP എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചാക്കയിലെ ഇന്ത്യക്കിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചേർന്നിരുന്നു. അതിനുശേഷമാണ് നിർണായകമായ ഒരു നീക്കത്തിലേക്ക് SIT കടക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഇവിടെ നിന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശബരിമല സന്നിധാനത്തേക്ക് തെളിവെടുപ്പിനായി മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും എത്തിച്ചേക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് എന്ന് വേണം കരുതാൻ. അതായത് റാന്നി കോടതിയിൽ ഇവരെ ഹാജരാക്കിയതിന് ശേഷം സന്നിധാനത്തേക്ക് തെളിവെടുപ്പിന് എത്തിക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ 2 ആഴ്ചത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. അതിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ 10 ദിവസത്തിന് ശേഷം ആദ്യ റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് തുടർ നീക്കങ്ങളിലേക്ക്, അതായത് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് SIT. മറ്റൊരു കാര്യം, ഇവർ രണ്ടുപേരുമല്ലാതെ മറ്റുള്ളവരിലേക്കും അന്വേഷണം നീങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴുണ്ടോ? പ്രത്യേകിച്ച് 2019 ഭരണസമിതിയിലേക്ക് അന്വേഷണം പോകുമെന്നും അവരെ ചോദ്യം ചെയ്യുവാൻ നോട്ടീസ് അയച്ചെന്ന് പോലും നേരത്തെ വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷേ അതിനൊന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? മഞ്ജുഷ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘത്തിന്റെ വാഹനം പുതുച്ചേരി പോലീസ് സ്റ്റേഷന്റെ ജീപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം പുറത്തേക്ക് പോവുകയാണ്. ഉദ്യോഗസ്ഥരുടെ സംഘം പുറത്തേക്ക് പോകുന്നു. ഒരുപക്ഷെ റാന്നി കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയായിരിക്കാം, അതല്ല എങ്കിൽ വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം പിന്നീട് കോടതിയിലേക്കായിരിക്കാം. ഏത് തരത്തിലാണ് നീക്കങ്ങൾ എന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ക്രൈംബ്രാഞ്ച് ഓഫീസിന് പുറത്തേക്ക് പോയിരിക്കുന്നു. തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ പോറ്റിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാഹനം പുറപ്പെട്ടിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശബരിമലയിൽ തെളിവെടുപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് SIT കടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ADGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് ഇന്ത്യക്കിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൂടിയാലോചന നടത്തിയ ശേഷം തുടർ നീക്കങ്ങളിലേക്ക് ഇപ്പോൾ SIT കടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന 2 പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം തുടരുകയാണ് എന്ന് വേണം പറയാൻ. കാരണം വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് കോടതിയുടെ ഭാഗത്തു നിന്ന് കർശന നിരീക്ഷണം നിലനിൽക്കുന്നതിൽ പരിമിതിയുമുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം അടുത്ത ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും വരുന്ന 10 ദിവസത്തിനകത്ത്. ആ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി, തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം എങ്ങനെയായിരിക്കും നടക്കുക, അതോടൊപ്പം മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.